ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞുണ്ണി നല്ല രസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കയ്യിൽ ഒരു പൊന്നോടക്കുഴി പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. 3 തിരുമുടി മാലകളുണ്ട്. അതിലെ 2 ഒരേപോലത്തെയാണ്. തെച്ചി തുളസിയാണ്. ആദ്യത്തെ തെച്ചിയും തുളസിയാണ്. അതിൽ കൂടുതലും തുളസിയാണ് കേട്ടോ കാണുന്നത്, തെച്ചി കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തേത് തുളസി നന്ദ്യാർവട്ടമാണ്. അത് രണ്ടുമാണ് കോർത്തിരിക്കണേ. മൂന്നാമത്തേത് പിന്നെയും തെച്ചിയും തുളസിയാണ് കേട്ടോ. അത് രണ്ടും ഒരേപോലെയുള്ള അളവിൽ കോർത്തിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന മാലയിൽ 3 നിറങ്ങളുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. അത് ഓരോ പോലെ തന്നെ ഒരേപോലെ തന്നെ ഇങ്ങനെയാണ് കോർത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഉണ്ടമാലയിലും ഇതേ നിറങ്ങൾ തന്നെയാണ്, പക്ഷെ അതിലെ വെളുത്ത പൂക്കളാണ്. നന്ദ്യാർവട്ടം വളരെ കുറച്ചേ ഉള്ളൂ, ആ മുകൾ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. തെച്ചിയും തുളസിയാണ് കൂടുതലായിട്ട് കോർത്തിരിക്കുന്നത്. അങ്ങനെ 2 ഉണ്ടമാലകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പീലി തിരുമുടിയൊക്കെ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഗോപീതിലകുണ്ട്. കാതുകളിലെ കാതുപൂക്കളുണ്ട്. നല്ല ഭംഗിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷവാനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇതിപ്പോൾ കളഭാട്ടൊക്കെയാണല്ലോ. അപ്പോൾ കുറേ പേര് ഭഗവാനെ നാളെ കാണാനായിട്ട് വരും, അതായത് ഇന്ന് കാണാനായിട്ട് വരും. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. പിന്നെ കഴുത്തിലെ മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്, വളയം പോലത്തെ മാല, വേറൊരു മാല, അതിന് നടുക്കായിട്ടൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ തോളുകളിലെ പൂക്കളാണ് വെച്ചിരിക്കുന്നത്, സ്വർണ്ണപ്പൂക്കളാണ്. സാധാരണ അവിടെ കൂടുതലായിട്ടും ഗോപി തിലകങ്ങളാണ് ചാർത്തി കാണാറ്, ഇന്നലെ സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അരയിൽ വെച്ചിരിക്കാം. അങ്ങനെയാണ് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ട് കാലിൽ കുഞ്ഞു കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് സുന്ദരനായിട്ടാണ് ഇരിക്കണത്. നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ കുളിപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തന്നെ ഇരുത്തില്ലേ, അപ്പോൾ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുമല്ലോ. അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നേ. നല്ല സന്തോഷമുണ്ട് മുഖത്ത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഇരിക്കുന്ന, നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഭഗവാനായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാനെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.